കൂടോത്ര വിവാദത്തിൽ നിർണായകമായ വെളിപ്പെടുത്തൽ. സുധാകരനെ അപായപ്പെടുത്താൻ കൂടോത്രം ചെയ്തു എന്ന പ്രമുഖ കോൺഗ്രസ് നേതാവ് തന്നെയാണ് എന്നാണ് വെളിപ്പെടുത്തൽ. കൂടോത്ര അവശിഷ്ടങ്ങൾ പുറത്തെടുക്കുന്നതിന് ദൃക്സാക്ഷിയായ വിപിൻ മോഹനാണ് വിവാദ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പരിശോധന നടത്തിയിട്ടും സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി കണ്ടെത്താനായില്ല. വിവാദങ്ങൾ തുടർച്ചയായി വേട്ടയാടിയ പശ്ചാത്തലത്തിലാണ് നെഗറ്റീവ് എനർജി കണ്ടെത്താൻ ആചാര്യനെ വിളിച്ചു വരുത്തിയത്. കൂടോത്രം കുഴിച്ചെടുത്തത് കന്നിമൂനയിലെ 3 അടി താഴ്ചയുള്ള സ്ഥലത്ത് നിന്നാണ്. ഇത് വ്യക്തമാക്കുന്നത് സുധാകരന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൂടിയാണ്. സുധാകരൻ സാറിന് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ KPC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം പുള്ളിക്ക് നിരന്തരമായ ശാരീരിക അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഓരോ അസുഖങ്ങളായിട്ടുണ്ടായി. പലതരം മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും യാതൊരുവിധ അസുഖങ്ങളോ ഒന്നും കണ്ടെത്താൻ മെഡിക്കൽ ബോർഡിനോ ഡോക്ടേഴ്സിനോ ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ തുടർന്നാണ് ഇങ്ങനെയൊരു നെഗറ്റീവ് എനർജിയുടെ ഒരു സാന്നിധ്യമുണ്ട് എന്ന് പല കോണിൽ നിന്നും പലരും പറയുകയും രാജ്മോഹൻ ഉണ്ണിത്താൻ MP അത് ഇങ്ങനെ ആയിരിക്കും, അത് നമുക്ക് നോക്കാം, ഇങ്ങനെ ഒരു ആചാര്യനുണ്ട് എന്ന് പറയുകയും അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുകയും അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യുകയും വന്നിട്ട് ഇത് എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കോമ്പസും വേറൊരു മെഷീനും ഉണ്ടായിരുന്നു. അത് പുള്ളി മണ്ണിൽ നിന്ന് ആ ഒരു എനർജി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു പുള്ളിയുടെ. ഇതാരവിടെ ചെയ്തു? ഇത്രയും സെക്യൂരിറ്റിയും CCTV ഉള്ള സ്ഥലത്ത് ഇത്രയും ആളുകളുടെ കണ്ണ് വെട്ടിച്ച് ആർക്കത് ചെയ്യാൻ കഴിയും? ഇതെടുത്തതിന് ശേഷം കുറച്ച് റിലീഫ് ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നെ ഒരു മാസം കഴിയുമ്പോഴേക്കും അത് മൂർച്ച കൂടുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് വീണ്ടും ആചാര്യനായി ബന്ധപ്പെട്ടപ്പോൾ വീണ്ടും ഉണ്ട്, തിരുവനന്തപുരത്തും ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതും മുന്നേ താമസിച്ചിരുന്ന പേട്ട വീട്ടിൽ നിന്നും പുള്ളി വീണ്ടും കണ്ടെടുത്തു. അന്നേ ദിവസം തന്നെ KPC ഓഫീസിൽ ദിവസം തന്നെയായിരുന്നു, സെയിം ഡേ ആയിരുന്നു. അന്ന് വൈകിട്ട് അല്ല, ഒരു ദിവസം വൈകിട്ടാണ്, രാത്രിയാണ് പേട്ടയിലെ വീട്ടിൽ നിന്ന് എടുത്തത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിരുന്നു KPC ഓഫീസിൽ. അത് പോയി ടേബിളിൻ്റെ അടിയിലാണെന്ന് പുള്ളി ഐഡൻറ്റിഫൈ ചെയ്തു. ടേബിൾ പൊക്കുമ്പോൾ ടേബിളിൻ്റെ കാലിൻ്റെ അടിയിൽ ഈ തകിട് മാത്രം ഉണ്ടാകുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ അധികാരസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള കോൺഗ്രസിനുള്ളിലെ തന്നെ ഒരു നീക്കമാണ് ഇതിന് പിന്നിലെന്ന ആക്ഷേപം പല കോണുകളിൽ നിന്ന് ഉയരുകയാണ്. ഇതിൽ വസ്തുതയുണ്ട് എന്ന് കരുതുന്നുണ്ട്. അതുതന്നെയാണ് അതിൻ്റെ മുഖ്യ മൂല്യകാരണം എന്നാണ് ഞാനും കരുതുന്നത്. അതിന് വരും ദിവസങ്ങളിൽ പാർട്ടി നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. പിന്നെ കോൺഗ്രസ് പാർട്ടി KPC ഓഫീസിൻ്റെ ആസ്ഥാനത്ത് കയറി വെക്കണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർക്കല്ലാതെ വേറെ ആർക്കും അത് കഴിയുമില്ല. യെസ്, കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരും. ഡാൻ, സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് കൂടോത്ര വിവാദം. ഒപ്പം തന്നെ ഇത് നമ്മുടെ രാഷ്ട്രീയക്കാർ വലിയ തോതിൽ ഈ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളൊക്കെ പുറത്തു വരുന്നു. ഡാനിപ്പോൾ ഒരു അഭിമുഖം എടുത്തിട്ടുള്ളത് വിപിൻ മോഹൻ്റെയാണ്. വിപിൻ മോഹൻ അന്ന് സുധാകരനുമായി ഏറ്റവും അടുത്ത സർക്കിളിൽപ്പെട്ട ആളാണ്. ഈ കൂടോത്ര പുറത്തെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന സുധാകരൻ്റെ അനുയായികളിൽ 3 പേരിൽ ഒരാളാണ്. അങ്ങനെ വിപിൻ മോഹൻ അന്ന് ഏറ്റവും അടുത്തൊരു ബന്ധം സുധാകരനുമായി വെച്ചു പുലർത്തിയൊരു കാലം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും വിപിൻ പറയുന്ന കാര്യങ്ങളിലൊക്കെ വസ്തുതയുണ്ടാകാൻ, അല്ലെങ്കിൽ 100% വസ്തുതയുണ്ടാകാൻ തന്നെയായിരിക്കും സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും വിപിനിൽ നിന്ന് ലഭിക്കുന്ന സൂചന എന്താണ് ഡാൻ? ആരാണ് ഈ കൂടോത്രത്തിന് പുറകിൽ എന്ന് ഡാനിനെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞോ? അത് കൃത്യമായ തെളിവുകൾ ലഭ്യമാകുമ്പോൾ മാത്രമേ പുറത്ത് പറയാൻ കഴിയൂ എന്ന നിലപാടിലാണ് വിപിനുള്ളത്. KPCC അധ്യക്ഷനും അതോടൊപ്പം തന്നെ ഇത് കണ്ടെടുക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്കും അവർക്ക് 2 പേർക്കും ഇത് സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ അവിടെ അന്നെത്തിയ ആചാര്യൻ കൈമാറിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഒരു പ്രമുഖ നേതാവിന് വേണ്ടി K. സുധാകരൻ്റെ വീട്ടിൽ വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ആരോ ഒരാൾ ഈ കൂടോത്രം ചെയ്ത വസ്തുക്കൾ കുഴിച്ചിടുകയായിരുന്നു ഈ കന്നിമൂനയിൽ 3 അടി താഴ്ചയിൽ എന്ന സൂചനയാണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഏത് സമയത്താണത് കുഴിച്ചിട്ടത് എന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത് കൃത്യമായി മനസ്സിലാക്കിയെടുക്കാൻ അന്ന് നടത്തിയ ആ ഒരു പരിശോധനകളൊന്നും കഴിയാത്ത പശ്ചാത്തലമുണ്ടായി. എന്തായാലും
ഈ CCTV ദൃശ്യങ്ങൾ അങ്ങനെ ലഭ്യമാകുമോ, അതെപ്പോഴാണ് കുഴിച്ചിട്ടത് എന്ന് കണ്ടെത്താൻ കഴിയുമോ എന്ന തരത്തിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും അതിൻ്റെ മെമ്മറി സ്പേസിന് സ്റ്റോറേജ് സ്പേസ് നിശ്ചിത സമയപരിധി വരെയുള്ള വിവരങ്ങൾ മാത്രമേ ശേഖരിച്ചു വെക്കുകയുള്ളൂ. അതിനു മുൻപ് എപ്പോഴോ ആണ് ഇത് ആ മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്നത് എന്നാണ് അന്ന് കണ്ടെത്താൻ കഴിഞ്ഞത് എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ചില സൂചനകൾ അത് കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നാൽ മാത്രമേ പരസ്യമായ ഒരു പ്രതികരണത്തിലേക്കുള്ളൂ എന്ന നിലപാടിലാണ് വിപിൻ മോഹൻ ഉള്ളത്. ഈ വിപിൻ മോഹനും സുധാകരനും ഒക്കെ ഇത് ഏറെക്കുറെ ആരാണ് വെച്ചത് എന്നതിനെ സംബന്ധിച്ച് അവർക്കൊരു ധാരണയുണ്ട് അല്ലേ? വ്യക്തമായ സൂചന തന്നെ KPCC അധ്യക്ഷനും രാജ്മോഹൻ ഉണ്ണിത്താൻ MPക്കും ഉണ്ട് എന്ന് തന്നെയാണ് വിപിൻ നമുക്ക് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ പാർട്ടിയെ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുന്ന വിധത്തിൽ ഒരു പ്രതികരണം KPCC അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള യാതൊരു സാധ്യതയും മുന്നിൽ കാണുന്നില്ല. സമാനമായി രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു കാസർഗോഡ്. പക്ഷേ ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ചോദിച്ചപ്പോഴും നിങ്ങൾക്ക് ഈ വിവരം എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് പറയൂ, അപ്പോൾ ബാക്കി പ്രതികരണം നടത്താമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താനും ചെയ്തത്. പക്ഷേ ഇന്ന് വിപിൻ മോഹൻ നടത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തലിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിൽ അറിവുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു പ്രമുഖനാണ് ഇതിന് പിന്നിലെന്ന് നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ അത് സംസ്ഥാന കോൺഗ്രസിൽ ഉണ്ടാക്കുന്ന അസ്വാരസ്യം ചെറുതായിരിക്കില്ല, അസ്വസ്ഥത ചെറുതായിരിക്കില്ല. പാർട്ടി നേതൃത്വം കൃത്യമായ വിശദീകരണവുമായി രംഗത്തെത്തേണ്ട സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ. അത്ഭുതപ്പെടുത്തുന്ന ഈ സുധാകരന്റെ വീട് എപ്പോഴും അവിടെ സുധാകരന്റെ അനുയായികളും വിശ്വസ്തരുമായ ആളുകൾ എപ്പോഴും കാണാൻ കഴിയും. കണ്ണൂരിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ആളുകൾ അവിടെ ഉണ്ട്. ഒപ്പം ഈ ബ്രൂണോ എപ്പോഴും വീടിന് ചുറ്റി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം. ഗേറ്റിൽ അവിടെ സെക്യൂരിറ്റി ഉണ്ട്, എല്ലായിടത്തും ക്യാമറകളുണ്ട്. അങ്ങനെ എളുപ്പത്തിൽ ആളുകൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത സ്ഥലമാണ് ഈ സുധാകരൻ്റെ വീടും അല്ലെങ്കിൽ KPCC ഓഫീസും ഒക്കെ. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിശ്വസ്തരിൽ ആരോ തന്നെ ആണ് ഈ കൂടോത്രത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തത്, അല്ലെങ്കിൽ അത് കുഴിച്ചിടാനൊക്കെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തത് എന്ന കാര്യം വ്യക്തമാണ്. ഇപ്പോൾ അന്ന് ഈ കൂടോത്രം പുറത്തെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന 3 പേരിൽ 2 പേർ ഇപ്പോഴും സുധാകരനുമായി അടുത്ത് തന്നെ നിൽക്കുന്നു. വിപിൻ മോഹൻ സുധാകരൻ്റെ സ്റ്റാഫിൽ നിന്ന് മാറിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ സുധാകരനുമായി വളരെ അടുത്ത ബന്ധമുള്ള ആരോ ഒരാളെ ഉപയോഗപ്പെടുത്തി തന്നെയായിരിക്കണം ഈ കൂടോത്രത്തിന് വേണ്ടി, അല്ലെങ്കിൽ അത് കുഴിച്ചിടാനും അതവിടെ സ്ഥാപിക്കാനും ഒക്കെ നീക്കങ്ങൾ നടന്നത് എന്ന് ഏതായാലും വ്യക്തമല്ലേ? സ്വാഭാവികമായി അത് ഉറപ്പാണ്. കാരണം ആ വീടിനുള്ളിലേക്ക് അത്ര പെട്ടെന്ന് പുറത്തുനിന്ന് അപരിചിതനായ ഒരാൾക്ക് കടക്കുക അസാധ്യമാണ്. കാരണം ആ വീടിൻ്റെ മതിൽക്കെട്ട് വലിയ മതിൽക്കെട്ടാണ്, അതോടൊപ്പം പോലീസിൻ്റെ സുരക്ഷയുണ്ട്. അതിനു മാത്രമല്ല അതോടൊപ്പം തന്നെയാണ് ക്യാമറ നിരീക്ഷണത്തിലുള്ളൊരു വീടാണത്. സ്വാഭാവികമായി അങ്ങനെയൊരു സ്ഥലത്തേക്ക് അപരിചിതനായ ഒരാൾക്ക് ഇങ്ങനെയൊരു കൂടോത്രം വെച്ചിരിക്കുന്ന വസ്തുക്കളുമായി പെട്ടെന്ന് നിസ്സാരമായ വീടിനുള്ളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയത്തില്ല. സ്വാഭാവികമായി ആ വീട്ടിൽ സർവ്വ സ്വാതന്ത്ര്യമുള്ള ആ സുധാകരനുമായി വ്യക്തിബന്ധമുള്ള, അദ്ദേഹവുമായി സ്വാധീനമുള്ള ഒരു കൃത്യമായി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആരോ തന്നെയാണ് ഈ കന്നിമൂലയിൽ 3 അടി താഴ്ചയിൽ ഇത് കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന കാര്യം വളരെ വ്യക്തവുമാണ്. ആ വ്യക്തിയെ അവിടേക്ക് നിയോഗിച്ചത് ഈ പ്രമുഖനാണ് എന്നാണ് വിപിൻ നൽകിയിരിക്കുന്ന അഭിമുഖത്തിലെ നിർണായകമായ വെളിപ്പെടുത്തൽ. മനു ഡാൻ, പിന്നെ മറ്റൊരു കാര്യം, ഈ സുധാകരന് കുറച്ചു കാലം മുമ്പ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ചികിത്സയൊക്കെ തേടിയിരുന്നു, ആയുർവേദവും ഒക്കെ ചികിത്സയ്ക്കായി അദ്ദേഹം പലയിടങ്ങളിലൊക്കെ പോകുന്നതിനെ കുറിച്ചൊക്കെ അന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതെന്താണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് ചില സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് മോൻസൺ മാവുങ്കലിടത്തൊക്കെ പോയി എന്നൊക്കെ ഉള്ള വാർത്തകളും പുറത്തു വന്നു. ഏതായാലും ആ സുധാകരൻ്റെ ഈ ആരോഗ്യ പ്രശ്നം അദ്ദേഹത്തെ വേട്ടയാടിയപ്പോഴാണോ ഇങ്ങനെ എന്നാണല്ലോ ഇപ്പോൾ ഡാൻ റിപ്പോർട്ട് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടോ, കൂടോത്രമുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ വരികയൊക്കെ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും അതിനുശേഷം പ്രതിക്രിയകൾ ചെയ്യുക എന്നൊരു രീതി കൂടി കൂടോത്രത്തിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം അത് തടയാൻ, കൂടോത്രം കൊണ്ടുണ്ടായ ദോഷങ്ങൾ തടയാൻ സുധാകരനും അത്തരത്തിൽ എന്തെങ്കിലും പ്രതിവിധികളൊക്കെ ചെയ്യാൻ പോയോ എന്നോ മറ്റോ ഈ വിപിൻ മോഹൻ ഡാനിനോട് വെളിപ്പെടുത്തിയോ? അത് അദ്ദേഹം തന്നെയാണ് പറയേണ്ടത്. അഥവാ അങ്ങനെ ചെയ്താലും അദ്ദേഹം നമ്മളോട് അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുമെന്ന് ഞാൻ ഈ ഘട്ടത്തിൽ കരുതുന്നുമില്ല. പക്ഷേ അതിനുള്ള സാധ്യതയൊട്ട് തള്ളിക്കളയാനുമാവില്ല. അതിനപ്പുറത്തേക്ക് എനിക്ക് അതിൽ കൂടുതലൊന്നും പ്രതികരിക്കാനില്ല. യെസ്, ഏതായാലും ഈ കൂടോത്രം വലിയ തോതിൽ രാഷ്ട്രീയ ചർച്ചയാവുകയാണ്. നേരത്തെയും നമുക്ക് അറിയാം, VM സുധീരൻ്റെ വീട്ടിൽ കൂടോത്രം നടന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നു. ഡാനിനോട് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ താനും അത്തരം കൂടോത്ര ഇതിനൊക്കെ ഇരയായി കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു. പക്ഷേ അതൊക്കെ കാശ് അവർക്ക് നഷ്ടമായോ
ഉള്ളൂ എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. അപ്പോൾ ഇതെന്ത് സൂചനയാണ് ഡാൻ നൽകുന്നത്? ഈ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇത്ര മാത്രം നിർണായകമായ സ്വാധീനം മന്ത്രവാദികൾക്കും കൂടോത്രക്കാർക്കുമൊക്കെ ഉണ്ട് എന്നാണോ നമ്മൾ ധരിക്കേണ്ടത്? രാജ്മോഹൻ ഉണ്ണിത്താൻ നൽകിയ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം, അങ്ങനെ വെച്ചിട്ടുമുണ്ട്, ആ വെച്ചതൊക്കെ കൃത്യമായി കണ്ടെത്തി നശിപ്പിച്ചിട്ടുമുണ്ട്, അത് മുടക്കിയവന് പൈസ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതായത് അതിനർത്ഥം കൂടോത്രം ഫലിക്കില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ആ കൂടോത്രം വെച്ചത് കൃത്യമായി കണ്ടെത്താനും സമയാസമയം അത് നശിപ്പിക്കാനും കഴിഞ്ഞതുകൊണ്ട് അത് വെച്ചവർക്ക് അവരുടെ പണം നഷ്ടമായി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. സ്വാഭാവികമായി ഈ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, സിനിമാ മേഖലയിലും വ്യാപാര രംഗത്തുമൊക്കെ വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട്. സ്വാഭാവികമായി ഭാഗ്യം തേടിയുള്ള യാത്രക്കിടയിൽ ഏതൊക്കെ കോണുകളിൽ നിന്ന് അവർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ വരുമോ അതിനൊക്കെ പിന്നാലെ പോകുന്ന മനുഷ്യ സഹജമായ സ്വഭാവം എല്ലാവർക്കുമുണ്ട്. അങ്ങനെ ഈ ആത്മീയത അല്ലെങ്കിൽ അന്ധമായ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ഈ കൂടോത്രത്തെ ചിലരെങ്കിലും ആശ്രയിച്ചിട്ടുണ്ടാകാം. ആ ആശ്രയമാണ് അല്ലെങ്കിൽ ഈ KPCC അധ്യക്ഷരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് അന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫ് അംഗം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ബിപിൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഏതായാലും ഇത് സുധാകരനെ പ്രയാസപ്പെടുത്താനാണ്. സാധാരണ ഈ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് കൂടോത്രം ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ആളുകളെ വശീകരിച്ച് താൻ ആഗ്രഹിക്കുന്ന തരത്തിൽ നടത്താൻ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അപകടമുണ്ടാകാൻ. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾക്കാണല്ലോ പ്രധാനമായും കൂടോത്രം ചെയ്യുന്നു എന്ന് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ പക്ഷേ ഇവർ വിശ്വസിക്കുന്നത് ഇത് അപായപ്പെടുത്താൻ, അപകടപ്പെടുത്താൻ, അസുഖങ്ങൾ ഉണ്ടാക്കാൻ, നെഗറ്റീവായ കാര്യങ്ങൾ ഉണ്ടാകാൻ ഒക്കെ ചെയ്തു എന്നതാണ്. ഇപ്പോൾ ഈ വിഷയം ഡാൻ ആദ്യം പുറത്തുവിട്ട ഘട്ടത്തിൽ തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞത് കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് വഴക്ക് രൂക്ഷമാകുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇത്തരം കൂടോത്രങ്ങൾ എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ മറ്റ് രാഷ്ട്രീയ ചേരിയിലുള്ളവരൊക്കെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഒരു ഗ്രൂപ്പ് വഴക്ക് മൂർച്ഛിക്കുന്നതിൻ്റെയൊക്കെ രീതിയായി, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സൂചനയായി കൂടി ഈ കൂടോത്രത്തെ വായിച്ചെടുക്കണോ? ഒരാൾക്ക് മറ്റൊരാളോട് വിരോധം തോന്നുന്നതിന് ആ ഗ്രൂപ്പ് വഴക്ക് തന്നെ ആകണം കാരണമെന്നൊന്നുമില്ല. അതിലേത് കാരണവും അതിൻ്റെ കാര്യമായി വരാം. സ്വാഭാവികമായി അങ്ങനെ തോന്നിയ ഒരു കാരണമാണ് ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക്, ഹീനമായ ഒരു പ്രവൃത്തിയിലേക്ക് അവരെ നയിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന് പിന്നിലെ ചേതോവികാരം എന്താണ് എന്നത് വരും നാളുകളിൽ ഒരുപക്ഷെ മറനീക്കി പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ സുധാകരന് ഈ കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും അദ്ദേഹം പരസ്യ പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അത് ഈ കൂടോത്രം വെച്ചയാൾ അതിൽ അന്ധമായി വിശ്വസിച്ചിരുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഹീനമായ ഒരു പ്രവൃത്തിയിലൂടെ അദ്ദേഹത്തിനെതിരെ ഇങ്ങനൊരു നീക്കം ഉണ്ടായതെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ. യെസ്, ഡാൻ ഏതായാലും വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഡാൻ പുറത്തുവിട്ടത്. കേരളം ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യുകയാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർ ഇത്തരം അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും ഒക്കെ പോകുന്നു എന്നത് ഒട്ടും അശാസ്യമായ ഒരു കാര്യമല്ല. മാത്രവുമല്ല, ശാസ്ത്രം അനുദിനം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം കഴിഞ്ഞ കാല അവശിഷ്ടങ്ങൾ എന്ന് തന്നെ പറയാം, അത്തരം അനാചാരങ്ങളുടെയൊക്കെ കഴിഞ്ഞ കാലങ്ങൾ തന്നെ പുറത്താക്കിയ, നമ്മളെ ഈ 21-ാം നൂറ്റാണ്ടെടുത്ത് പുറത്തിട്ട ഇത്തരം സങ്കല്പങ്ങൾ ഒക്കെ ഇപ്പോഴും ആളുകൾ, രാഷ്ട്രീയക്കാർ, നമ്മെ നയിക്കേണ്ടവർ വെച്ചു പുലർത്തുന്നു എന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്.